1999 ഞാൻ കോടതിയിൽ ട്രാൻസ്ലേറ്ററായി ജോലി ആരംഭിച്ച തുടക്ക കാലഘട്ടത്തിൽ വളരെ വിഷമത്തോടുകൂടെ ഒരു മലയാളിയും അദ്ദേഹത്തിൻ്റെ കഫീൽ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ കഫീൽ പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി തരണം. അപ്പോൾ ഇവിടെയുള്ളത് അദ്ദേഹം പറയുന്നത് ഇതാണ്, ബാബ ആന മാഫി മർഹബ എന്നാണ് പറയണത്. ഇത് എന്തായിരിക്കും ഇയാൾ പറഞ്ഞത് എന്ന്. അപ്പോൾ ഈ മലയാളിയും സങ്കടത്തോടു കൂടെ, ഞാൻ മലയാളി ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, റൂമിൽ ഫാനില്ല സാറേ, അതാണ് ഞാൻ ഇയാളോട് പറയണത്. യഥാർത്ഥത്തിൽ അവിടെ പറയേണ്ടിയിരുന്നത് മാഫി മർവഹ എന്നാണ്. അപ്പോൾ ഇവൻ പറയുന്നത് അറിയാതെ മാഫി മർഹബ എന്നാണ്. ഇത് കേട്ട് അറബി കുറേ ചിരിച്ചു, കൂടെയുള്ളവരും ചിരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് സങ്കടമാണ് തോന്നിയത്. എനിക്കും സത്യം പറഞ്ഞാൽ അതൊരു ഇമോഷണലായിട്ട് തോന്നിയതാണ്. കാരണം ഒരു ഭാഷയും അറിയാതെ ജീവിക്കുന്നവൻ്റെ വിഷമം എത്രയായിരിക്കും. അവസാനം അദ്ദേഹം പറഞ്ഞു, സാർ ഒരു കാര്യം കൂടി ചെയ്യോ, നിങ്ങൾ ഒരു 3 കാര്യം കൂടി അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചു. എന്താണ്? എനിക്കൊരു കട്ടിൽ വേണം, എനിക്കൊരു ബ്ലാങ്കറ്റ് വേണം, എനിക്ക് ബെഡ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, യാ അമ്മി ഹാദർ റയ്യാൽ യഹ്താജ്, ഹാദർ റജാൽ യഹ്താജ് വാഹിദ് സരീർ, വാഹിദ് ബത്താനിയ, വാഹിദ് തുറാഹ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു ആശ്വാസമായി എന്നറിയോ. ഒരു ഭാഷയിൽ ഒരു വാക്കും അറിയാതെ അറബികളുടെ കൂടെ ജീവിക്കുന്നവരുടെ ഗതിയും അവസ്ഥയും നേരിട്ട് കണ്ടറിഞ്ഞ് ആ ഒരു സങ്കടം 1999 ഉള്ള ഒരു അനുഭവമാണ്. ഇന്നും അത് മറക്കാതെ മനസ്സിൽ നിൽക്കുകയാണ്.